ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സമയം ഒരു 5:30 ആയിട്ടുണ്ട്. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. അലാറം അടിച്ചതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി പിന്നെ കഞ്ഞി ഇടാനുള്ള പരിപാടി തുടങ്ങി. ചാരമൊക്കെ ഒന്ന് അടിച്ച് വാരി കളഞ്ഞ് വിറകൊക്കെ വെച്ച് തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. തീ എന്നാൽ ഇന്ന് നേരത്തെ തന്നെ വെച്ചതേ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര പാടാണ് തീ പിടിക്കാൻ. പിന്നെ അരിയൊക്കെ കഴുകി ഞാൻ സെറ്റാക്കി അടുപ്പിലോട്ടങ്ങ് വെച്ചേ. പിന്നെ അടുത്ത പരിപാടി ഞാൻ കറിക്കുള്ള പരിപാടിയാണ്. ചെറുപയറാണ് വെക്കുന്നത്. ചെറുപയറും പിന്നെ പരിപ്പ് ചാറും വെക്കുന്നുണ്ട്. ചെറുപയർ മെഴുക്കുവരട്ടി ആക്കിയെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ പയറെല്ലാം 2-3 പ്രാവശ്യം കഴുകി കുക്കറിൻ്റെ അകത്തേക്ക് വേവിക്കാൻ അങ്ങ് അടുപ്പിലോട്ട് വെച്ചേ. പിന്നെ ഉപ്പും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം എന്നാ വെച്ചാൽ കടുക് പൊട്ടിക്കുന്ന കൂടെയാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കൂടുതലായി പോകും കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇടുമ്പോൾ അങ്ങ് വാരി വലിച്ചിടും. അതുകൊണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഇടാമെന്ന് വെച്ചു. പിന്നെ 2 ഗ്ലാസ് കട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. കട്ടൻ രാവിലെ മസ്റ്റാണ്, അല്ലെങ്കിൽ തലവേദന എടുക്കും രാവിലെ തന്നെ. ഞാൻ കട്ടൻ ഇന്ന് കോഫി മേക്കറിലാണ് തിളപ്പിച്ചെടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ സമയമില്ലായിരുന്നു, എല്ലാം കൂടെ ചെയ്ത് വരണ്ടേ. ആ കുഞ്ഞൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചേട്ടായിക്ക് ചായയും കൊണ്ട് കൊടുത്തിട്ട് പിന്നെ കറിക്കുള്ള പരിപാടി തുടങ്ങി. സബോളയും പച്ചമുളകും കൂടെ പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് 2-3 പ്രാവശ്യം കഴുകി അരിഞ്ഞ് വഴറ്റിയാണ് ചെറുപയറിന് ചേർക്കുന്നത്. ഇങ്ങനെ വെച്ചാലും അടിപൊളി ടേസ്റ്റാണ്. വേറെ മസാലകളോ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ 2-3 പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ രാവിലെ തന്നെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അപ്പം ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇരട്ടി പണിയാവേ. പിന്നെ കുഞ്ഞൻ രാവിലെ തന്നെ എഴുന്നേറ്റ് എൻ്റെ തോളെ കയറി. കാരണം ഉടുപ്പൊന്നും ഇടാതെയാണ് ഇന്നലെ കിടത്തിയത്. കാരണം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അദ്ദേഹം മുഴുവൻ ചൂടുകൂര് പൊങ്ങിയിട്ടുണ്ട്. ഡ്രസ്സും കൂടെ ആകുമ്പോഴത്തേന് ഭയങ്കര പാടല്ലേ. പിന്നെ ഞാൻ ആ കട്ടനൊക്കെ ഒന്ന് കുടിച്ചു. അപ്പോഴത്തേന് പയർ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ പയറിനുള്ള പരിപാടി തുടങ്ങി. സവോളയും പച്ചമുളകും ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. ഒത്തിരി മസാലയൊന്നും ഇല്ലെങ്കിൽ ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇതെൻ്റെ അമ്മ എന്നെ വെക്കാൻ പഠിപ്പിച്ചതാണ്. നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടം ഇങ്ങനെ വെക്കുന്നത്. പിന്നെ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പരിക്കാവൊക്കെ ഒന്ന് അടിച്ച് വരുന്നുണ്ട്. കൂടെ കറി വെക്കുന്നതിന് കഞ്ഞി വെക്കുന്നതിൻ്റെ കൂടെ ഓരോരോ പരിപാടികളും കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അപ്പം ഇതും ചെയ്ത് തീരും അതും ചെയ്ത് തീരും, അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് എല്ലാം കൂടെ പാടാണേ. പിന്നെ അപ്പോഴത്തേനും ഞാൻ ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ചെറുപയർ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ഞാൻ വെക്കുന്ന പരിപ്പാണ് കേട്ടോ. പരിപ്പും പിന്നെ കുക്കർ കഴുകി വയ്ക്കുന്നിടത്ത് പരിപ്പ് കഴുകി ഞാൻ അടുപ്പിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പണിയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്ന് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മുട്ട പൊരിക്കലാണ്. സവോളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് ഉപ്പും ഇട്ട് മുട്ട പൊട്ടിച്ചൊരിക്കലാണ് അടുത്ത പരിപാടിയെ. കാരണം ഇന്ന് മീനും ഒന്നുമില്ല കേട്ടോ, മുട്ട തന്നെ ഉള്ളൂ. അതുകൊണ്ട് ചേട്ടായിക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ പറ്റുകയില്ല. ഒന്നെങ്കിൽ മീൻ വേണം, അല്ലെങ്കിൽ ഇറച്ചി എന്തെങ്കിലും വേണം. പക്ഷേ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് മുട്ടയിലാക്കി ഒതുക്കി കേട്ടോ. എന്തെങ്കിലുമൊക്കെ കൊടുത്തു കൊണ്ടേ പൊതി കൊണ്ടുപോകണം കേട്ടോ, പണിയുണ്ടേ. അപ്പം പിന്നെ ഞാൻ മുട്ട ഇങ്ങനെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്ത്, അല്ലെങ്കിൽ ഉപ്പ് ഒരു സൈഡിൽ പാത്രം പിടിച്ചിരിക്കും. പിന്നെ ഞാൻ തിണ്ണയൊക്കെ ഒന്ന് തൂത്ത് വാരിയിട്ടിട്ട് കയറി വന്നേ. പിന്നെ ഹാളൊന്ന് തൂത്ത് വാരിയിടാമെന്ന് വെച്ചു. കാരണം കുഞ്ഞിൻ്റെ കളിപ്പാട്ടോ അതും ഇതും പായും എല്ലാം ഉണ്ടേ. പായിടാതിരിക്കാനേ പറ്റിയില്ല, കാരണം അല്ലെങ്കിൽ മണ്ണിൽ കൂടെ എല്ലാം വലിഞ്ഞ് നടക്കുവേ. പിന്നെ ഞാൻ പായൊന്ന് മാറ്റി അവിടെ എല്ലാം നല്ല വൃത്തിയായിട്ട് അടിച്ച് വാരി ഇടുന്നുണ്ട് കേട്ടോ. അടിച്ച് വാരി തൂത്തെടുത്തു. എൻ്റെ കുഞ്ഞിനെൻ്റെ പുറകെ നടക്കും കേട്ടോ. ഞാൻ അടിച്ച് വാരാനൊന്നും എന്നെ സമ്മതിക്കുകയില്ല. പിന്നെ എന്നാണോ ഒന്നും പുറകെ വരുന്നില്ല, അവിടെ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ മുറിയെല്ലാം അടിച്ച് വാരി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാണ് ഇന്നിങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ പുറകെ എൻ്റെ ഉടുപ്പെ പിടിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. അടിച്ചൊക്കെ വാരിയെല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി മുട്ട പൊരിക്കലാണേ. മുട്ടയൊക്കെ പൊരിച്ചിങ്ങനെ എടുക്കുന്നുണ്ട്. ഒരു നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയ അപ്പച്ചട്ടിക്കകത്താണ് ഞാൻ മുട്ട പൊരിക്കുന്നത്. അപ്പത്തേന് പിന്നെ മസാലയൊക്കെ ചേർത്ത് ഞാൻ പരിപ്പ് ചാറ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പത്തേന് കഞ്ഞി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. കഞ്ഞിയെല്ലാം പാർത്ത് വെച്ചു. പിന്നെ ചേട്ടായിക്ക് പൊതി കൊണ്ടുപോകാനുള്ള കറി ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുവാണ് കേട്ടോ. കുഞ്ഞിനെൻ്റെ പുറകെ വന്നിപ്പോൾ എൻ്റെ ഉടുപ്പെ പിടിച്ച് കയറാൻ തുടങ്ങി. വീഴാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് കയറി പിടിച്ചു. പിന്നെ ഞാൻ അവന് കുറുക്കുണ്ടാക്കുന്നത് അമൃതംപൊടിയുടെ കുറുക്കാണ് രാവിലെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആശാൻ കാറും കേട്ടോ. വിശപ്പ് ഒരു ശകലം പോലും സഹിക്കുകയില്ല കേട്ടോ. ബിസ്ക്കറ്റൊക്കെ കൊടുത്താൽ, പക്ഷേ കരുവാട്ട് എന്തെങ്കിലും കൊടുക്കണമല്ലോ രാവിലെ. പിന്നെ ഞാൻ കുറുക്കൊക്കെ ഉണ്ടാക്കി പിന്നെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചേ. അതിനുശേഷം ഞാൻ പിന്നെ അവിടെ ആ സിങ്കിൻ്റെ അവിടെയും പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകി തുടച്ച് പിന്നെ ലോഷനും കൂടെ ഇട്ട് തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിങ്ങനെ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ചെളിയും പൊടിയെല്ലാം പിടിച്ച് പോകും കേട്ടോ. എണ്ണമയോ അതെല്ലാം പിടിച്ച് അടുപ്പ് വൃത്തികേടായിപ്പോവും. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പണിയെല്ലാം തീർന്ന് കഴിയുമ്പോൾ എല്ലാം വൃത്തിയാക്കി ഇടുന്നതാണ്. പിന്നെ മുകളിൽ ടിന്നൊക്കെ വെക്കുന്നതാണ്. ഇത് ചെറിയ കടുക് ചായപ്പൊടി അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കുന്ന തട്ടാട്ടോ. അവിടെ എല്ലാം ഞാൻ എല്ലാ ദിവസവും തുടച്ച് ഇന്നും തുടച്ചിട്ടു. പിന്നെ പൊതി കെട്ടാമെന്ന് വെച്ചു. വാഴയിലയ്ക്കകത്ത് തന്നെ പൊതി കെട്ടുന്നത്. പരിപ്പ് ചാറ് പാത്രത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപയറും മുട്ട പൊരിച്ചതും ഉള്ളു കേട്ടോ ഇന്ന് കറി. അപ്പോൾ പൊതിയെല്ലാം ചേട്ടായി
പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. ഞാനല്ല കെട്ടി കൊടുത്തത്. ചോറ് മാത്രം കറിയെല്ലാം വിളമ്പി വെച്ചത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ രാവിലെ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അവന് കുറുക്ക് കൊടുക്കലാണ് അടുത്ത പരിപാടി. കുറുക്ക് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവനെ അവിടെ ഒന്ന് ഉറക്കിയിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് കുളിച്ചിട്ട് കയറി വന്നേ. കുറച്ച് തുണി ഉണ്ടായിരുന്നു, അത് അലക്കിക്കൊണ്ടാണ് കയറി വന്നത്. കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറേ നേരം ആട്ടി ഉറക്കിയത്. പിന്നെ ഞാൻ കണ്ണൊക്കെ ഒന്ന് എഴുതി പൊട്ടൊക്കെ തൊട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുക്കുന്നുണ്ട്. കാരണം എങ്ങും പോകുന്നില്ലാത്തതുകൊണ്ട് ഒത്തിരി മേക്കപ്പ് ഒന്നുമില്ല. പിന്നെ ഒരു ബോഡി ലോഷൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എന്നും കാണിക്കുന്നത്, എല്ലാ വീഡിയോസിനകത്തും കാണിക്കുന്നത്. നല്ല സാധനം കേട്ടോ. കൊക്കോ ബട്ടറിൻ്റെ ബോഡി ലോഷൻ നല്ല മണം, ചോക്ലേറ്റിൻ്റെ മണം. തിന്നാൻ തോന്നി മണം അടിക്കുമ്പോഴത്തേന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴുത്തിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഈ മടക്കുകളിലൊക്കെ കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അല്ല ഞാൻ വെയിലത്തൂടെ അങ്ങ് പോകുന്നൊന്നുമില്ല, എങ്കിലും കഴുത്തേലങ്ങനെ ചെറിയ ചെറിയ കറുത്ത ഇങ്ങനെ, കാരണം വിയർപ്പടിയുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ കറുത്ത പാടുകളൊക്കെ വരുന്നത്. അങ്ങനെ മാറാനൊക്കെ ഞാൻ നന്നായിട്ട് തേച്ച് കൊടുത്തു. പിന്നെ തുണി വിരിക്കാനാണ് അടുത്ത പരിപാടി. തുണി വിരിക്കലാണ് എൻ്റെ ടാസ്ക്. കാരണം കുഞ്ഞിനെ എൻ്റെ തോളെ കയറി ഇരിപ്പുണ്ട് കേട്ടോ. അവനെ കൊണ്ട് വിരിക്കൽ ഭയങ്കര പണം. അവൻ്റെ നാപ്പീസും പിന്നെ അതിൻ്റെ പാടെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം വിരിച്ച്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറാനുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാനിന്ന് മാറ്റി. പിന്നെ തലകണക്കവീനും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ചേട്ടൻ 2 ഷർട്ടും പിന്നെ കുഞ്ഞിൻ്റെ വെള്ളത്തുണിയും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ അലക്കിയിട്ട് കയറുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അവനെ ഉറക്കി കിടത്തിയിട്ടാണ് അലക്കാനും കുളിക്കാനെല്ലാം പോകുന്നത്. എല്ലാം ഭയങ്കര പാടാണ്, പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യുന്നു. പിന്നെ ദൈവം തമ്പുരാൻ സഹായിച്ച് എങ്ങനെയാണെങ്കിലും രാവിലെ എൻ്റെ പണിയെല്ലാം എത്ര വഴക്കാണെങ്കിലും ചെയ്യാനുള്ളൊരു ശക്തി എനിക്ക് ദൈവം തമ്പുരാൻ തരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ കുളി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ദോശ ചുടലാണ് കേട്ടോ. ദോശ ചുണ്ട് ചേട്ടായിട്ടുണ്ടെന്ന് ദോശ ഞാൻ രാവിലെ ജസ്റ്റ് ചുട്ട് കൊടുത്തായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ. സമയം പോയാണ് ഇന്ന് പോയത്. 7:30 പോകണ്ടായിരുന്നു, 7:45 പോയത്. പിന്നെ ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. എനിക്ക് 2-3 കഴിക്കാൻ, ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കും, വൈകിട്ട് ചൂടാൻ വേണ്ടിയാണ്. പിന്നെ ദോശയ്ക്ക് ചമ്മന്തി ഒന്നും ഉണ്ടാകുന്നില്ല. ഞാൻ ആ പരിപ്പ് ചാറും കൂട്ടി പിന്നെ ആ പയറുതോരനോട് കൂട്ടിയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ചമ്മന്തി സാമ്പാർ അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ 2 ദോശ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു കേട്ടോ. കുഞ്ഞിനും ഇച്ചിരി കൊടുക്കുന്നുണ്ട്. കുഞ്ഞിന് ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ്. പുഴുങ്ങിയതല്ല, കറിയാണെങ്കിലും പുഴുങ്ങിയതാണെങ്കിലും ഞാൻ കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ട് കഴിച്ചോളും കേട്ടോ. എന്നാണെങ്കിലും അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അവനും വാരി കൊടുക്കുന്നുണ്ട്. എൻ്റെ വയർ നിറയുന്നതോടെ അവൻ്റെ വയറും കൂടെ നിറയുമല്ലോ. പിന്നെ എനിക്ക് ഇവനെ ഇങ്ങനെ ഇരുത്തി കൊടുക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. വാരി കൊടുക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. ആശാൻ ഇച്ചിരി ചെറുപയറൊക്കെ തിന്നുന്നുണ്ട്. പിന്നെ ഞാൻ അവനെ നിലത്തോട്ട് അങ്ങ് നിർത്തി കേട്ടോ. വേറെ ഒന്നിനുമല്ല, ചായ കുടിക്കാൻ വേണ്ടിയാണ്. അവനെ വെച്ചുകൊണ്ട് ചായ കുടിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ അവനെ അവിടെ നിന്ന് എന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നോളും കേട്ടോ. പിന്നെ ഇപ്പോൾ വീഴൊന്നുമില്ല, അതൊക്കെ നല്ല വശമായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവനെ ഞാൻ ഒന്നുകൂടെ ഉറക്കാൻ വേണ്ടി കിടത്തി കേട്ടോ. കാരണം വെച്ചാൽ ഭയങ്കര മഴക്കായിരുന്നു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ബെഡിൽ ഷീറ്റ് വിരിക്കണം കേട്ടോ. തലകണക്കവീനും എല്ലാം ഞാൻ കഴുകാൻ എടുത്തുകൊണ്ട് പോയി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതാണേ, ബെഡ്ഷീറ്റ് വിരിക്കൽ. കാരണം എന്ന് വെച്ചാൽ പോളിസ്റ്ററിൻ്റെയാണ് ഇതേ. കാരണം അത് വിരിച്ചാലൊന്നും ഇരിക്കില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ടൊക്കെ തിരിയുമ്പോഴത്തേനും ഇങ്ങ് പോരും. അതുകൊണ്ട് ഞാൻ നല്ലതായിട്ടത് ബെഡിൻ്റെ ഇടയിലോട്ട് കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ ഇത് ഇരിക്കത്തുള്ളൂ കേട്ടോ. ഭയങ്കര എന്നാ പറയുന്നത്, ഇങ്ങനെ ഇരിക്കുകയില്ലാത്ത സൈസ് തുണിയാണേ, പോളിസ്റ്ററിൻ്റെയാണ്. പിന്നെ ഞാൻ നന്നായിട്ട് അതെല്ലാം കയറ്റി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.